ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സിംഗിങ് ഫണ്ട് ആൻഡ് റിസർവ് ഒക്കെ പഠിച്ചു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇംഗ്ലീഷ് നോക്കാം, പ്രസൻറ്റ് പെർഫെക്റ്റ് നോക്കാം. അപ്പോൾ ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. എൻ്റെ സമ്മറി നോട്ട്സാണ്. അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഡൗട്ട്സ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കതിനെ റിപ്ലൈ ചെയ്യാം. അപ്പോൾ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഒരു പഴയൊരു കാര്യമാണ്, പക്ഷെ അതിപ്പോഴും നമ്മുടെ പ്രസൻറ്റിൽ അത് റിലവൻ്റ് ആണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ഹോംവർക്ക് ചെയ്തു കഴിഞ്ഞു എന്നൊക്കെ പറയൂലേ. അപ്പോൾ ഞാൻ ഹോംവർക്ക് ചെയ്തത് പാസ്റ്റിലാണ് ഹോംവർക്ക് ചെയ്തത്, പക്ഷേ ഇപ്പം പ്രസൻറ്റ് സിറ്റുവേഷനിൽ അതിൻ്റെ എഫക്റ്റ് വന്നിട്ടുണ്ട്. അതിനെയാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. ദ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഈസ് എ വെർബ് ടെൻസ് ദാറ്റ് ഡിസ്ക്രൈബ് ആൻ ആക്ഷൻ ദാറ്റ് ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ് ആൻഡ് കണ്ടിന്യൂസ് ഇൻ ടു ദ പ്രസൻറ്റ്. ഓൾറെഡി നേരത്തെ നടന്ന കാര്യമാണ്, പക്ഷേ പ്രസൻറ്റിൽ അത് അതിൻ്റെ എഫക്റ്റ് ഉണ്ട്. ഓർ ഹാസ് എ പ്രസൻറ്റ് കോൺസിക്വൻസസ്. ഇപ്പോൾ ഐ ഹാവ് ബീൻ ടു പാരീസ്, ഞാൻ പാരീസിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി പണ്ട് പോയതാണ്, പക്ഷേ ഇപ്പോഴും അതിൻ്റെ റെലവൻസ് ഉണ്ട്. പിന്നെ ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ നമ്മൾ കൃത്യമായ ഡേറ്റ് പറയില്ല, മെൻഷൻ ചെയ്യില്ല. ഇപ്പോൾ ഐ ഹാവ് വിസിറ്റഡ് പാരീസ് ലാസ്റ്റ് മൺഡേ അല്ലെങ്കിൽ ലാസ്റ്റ് ഇയർ, അങ്ങനെ ഇയർ പറയാൻ നേരത്ത് അത് പ്രസൻറ്റ് പെർഫെക്റ്റ് ആവില്ല. നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റിൽ ഒരിക്കലും ഒരു കൃത്യമായ ഒരു ടൈം നമ്മൾ മെൻഷൻ ചെയ്യാറില്ല. ആൻഡ് ഇറ്റ് ഈസ് ഫോർmed ബൈ കമ്പൈനിങ് ദ പ്രസൻറ്റ് ടെൻസ് ടു ദ വെർബ് ഹാവ് വിത്ത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദി മെയിൻ വെർബ്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റൻസ് ഫോം ചെയ്യുന്നത് എപ്പോഴും ശ്രദ്ധിക്കണം, സബ്ജക്റ്റ് പ്ലസ് ഹാസ് അല്ലെങ്കിൽ ഹാവ്. ഇപ്പോൾ ഹാസ് ഹാവും വരാൻ നേരത്ത് ഹി അല്ലെങ്കിൽ ഷീ വരാൻ നേരത്ത് ഹാസ് വരും, ഐ ഹാവ് ഐ വരാൻ നേരത്ത് ഹാവ് വരും, പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ വെർബിൻ്റെ V3 ഫോം ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിച്ചാൽ മതി, സബ്ജക്റ്റ് പ്ലസ് ഹാവ് പ്ലസ് വെർബ് 3 പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഷീ ഹാസ് ഫിനിഷ്ഡ് ഹെയർ ഹോംവർക്ക്. അപ്പോൾ അവളുടെ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ ഷീ ഫിനിഷ്ഡ് ഹെയർ ഹോംവർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ഓൾറെഡി പാസ്റ്റ് ടെൻസ് ആണത്. ഇപ്പോൾ പ്രസൻറ്റ് ടെൻസിൽ അതായിട്ട് യാതൊരു റിലവൻസ് ഇല്ലാത്ത പോലെയാവും അത് വരുന്നത്. അത് നെഗറ്റീവ് സെൻറ്റൻസ് യൂസ് ചെയ്യാൻ നേരത്ത് ദേ ഹാവ് നോട്ട് സീൻ ദ മൂവി, ഹാവ് യൂസ് ചെയ്തു, സീൻ V3 ഫോമാണ്. അപ്പം ഹാവ് വരാൻ നേരത്താണ് അത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആവുന്നത്. അടുത്തത് പിന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഹാവ് യു വിസിറ്റഡ് പാരീസ്, നിങ്ങൾ പാരീസിൽ പോയിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ പ്രസൻറ്റിൽ നടക്കുന്ന പഴയ കാര്യമാണ്. അപ്പോൾ പാരീസിൽ പോയിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എവിടെയൊക്കെ നമുക്ക് നോക്കാം. ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ ദാറ്റ് സ്റ്റാർട്ടഡ് ഇൻ ദ പാസ്റ്റ് ആൻഡ് കണ്ടിന്യൂസ് ഇൻ ദ പ്രസൻറ്റ്. അപ്പോൾ ഓൾറെഡി ആക്ഷൻ സ്റ്റാർട്ട് ചെയ്തു, പാസ്റ്റിൽ ഓൾറെഡി ആക്ഷൻ സ്റ്റാർട്ട് ചെയ്തു, അതിപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഐ ഹാവ് ലീവ്ഡ് ഇൻ കൊച്ചി ഫോർ 5 years. അപ്പോൾ ഞാൻ 5 വർഷമായിട്ടും കൊച്ചിയിൽ താമസിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെന്നാണ്. അപ്പോൾ ഐ ലീവ്ഡ് ഇൻ കൊച്ചി ഫോർ 5 years എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 5 വർഷം അവിടെ താമസിച്ചിരുന്നതാവും. അപ്പോൾ ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് കൊച്ചിയിലല്ല എന്നാവും. അപ്പോൾ അതിനാണ് ഇവിടെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. പിന്നെ ടു എക്സ്പ്രസ് ആൻ പാസ്റ്റ് ആക്ഷൻ ദാറ്റ് ഹാസ് എ റിലവൻസ് ടു ദ പ്രസൻറ്റ്. ഒരു പഴയൊരു ആക്ഷനാണ്, പക്ഷേ ഇത് റിലവൻസ് ഇപ്പോഴത്തെ പ്രസൻറ്റിൽ റിലവൻസ് ഉണ്ട്. ഷീ ഹാസ് ലോസ്റ്റ് ഹെയർ കീസ്. അപ്പോൾ അവളുടെ താക്കോൽ കളഞ്ഞുപോയി, പക്ഷെ അത് ഇപ്പോഴും കിട്ടിയിട്ടില്ല. സ്റ്റിൽ ഷീ ഡസൻറ്റ് ഹാവ് ദം. അതുകൊണ്ടാണ് ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ പണ്ട് നേരത്തെ നടന്ന സംഭവം ഇപ്പോഴും അതിൻ്റെ റെലവൻസ് ഉണ്ട്. അടുത്തത് ടു ഡിസ്ക്രൈബ് ലൈഫ് എക്സ്പീരിയൻസസ് വിത്തൗട്ട് സ്പെസിഫൈയിങ് ടൈം. ദേ ഹാവ് വിസിറ്റഡ് പാരീസ്. അപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് നമ്മൾ ടൈം മെൻഷൻ ചെയ്യുന്നില്ല. അപ്പോൾ ഞങ്ങളവിടെ പാരീസിൽ പോയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അടുത്തത് ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ ദാറ്റ് ഹാപ്പൻ അറ്റ് എ അൺസ്പെസിഫൈഡ് ടൈം ബിഫോർ നൗ. അടുത്തത് വി മെറ്റ് ബിഫോർ. ഒരു അൺസ്പെസിഫൈഡ് ടൈമിലാണ് നമ്മൾ മെറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തത് ടു ഡിസ്ക്രൈബ് റീസെൻറ്റ് ആക്ഷൻ വിത്ത് പ്രസൻറ്റ് റിസൾട്ട്. ഐ ഹാവ് ജസ്റ്റ് ഫിനിഷ്ഡ് മൈ വർക്ക്. അപ്പോൾ ഞാൻ ഇപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആക്കിയോളെന്ന് പറയുന്നതാണ്. അപ്പോൾ ഒന്നല്ലെങ്കിൽ ജസ്റ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഓൾറെഡി ചെയ്യാം, അല്ലെങ്കിൽ എറ്റ് യൂസ് ചെയ്യാം. ഇപ്പോൾ ഐ ഹാവ് ഫിനിഷ്ഡ് മൈ വർക്ക് അറ്റ് 10 PM അങ്ങനെ പറയില്ല. ഞാൻ ഇത്ര സ്പെസിഫിക് ടൈം യൂസ് ചെയ്യില്ല. അങ്ങനെ ടൈം യൂസ് ചെയ്യാൻ നേരത്ത് ഹാവ് യൂസ് ചെയ്യില്ല. ഐ ഫിനിഷ്ഡ് മൈ ഹോം വർക്ക് അറ്റ് 10 PM അങ്ങനെ സ്പെസിഫിക് ഡേറ്റിൽ പറയും. കീ യൂസസ് നമ്മളിപ്പോൾ നേരത്തെ കണ്ടത് തന്നെയാണ്. അൺസ്പെസിഫൈഡ് ടൈം ബിഫോർ നൗ. ഐ ഹാവ് റീഡ് ദിസ് ബുക്ക്. ഞാൻ ഈ ബുക്ക് വായിച്ചിട്ടുണ്ട്, അത് എപ്പോഴാണെന്ന് പറയുന്നില്ല.
അടുത്ത എക്സ്പീരിയൻസ്, ഹാവ് യു എവർ ബീൻ ടു ജപ്പാൻ? അപ്പോൾ ജപ്പാനിൽ പോയിട്ടുണ്ടോ? അടുത്തത് യു ഹാവ് ഗ്രോൺ സിൻസ് ലാസ്റ്റ് ടൈം ഐ സോ യു. ഇപ്പോൾ പഴയ കാര്യമാണ്, പക്ഷേ പ്രസൻറ്റ് ടെൻസിൽ അതിൻ്റെ ഇതുണ്ട്. പിന്നെ അക്കോംപ്ലിഷ്മെൻറ്റ്, സയൻറ്റിസ്റ്റ് ഹാവ് ഡിസ്കവേർഡ് എ ന്യൂ പ്ലാനറ്റ്. അടുത്തത് മൾട്ടിപ്പിൾ ആക്ഷൻ അറ്റ് ഡിഫറെൻറ്റ് ടൈം, വി ഹാവ് ഹാഡ് 3 എക്സാംസ് സോ ഫാർ ദിസ് സെമസ്റ്റർ. അടുത്തത് ഡ്യൂറേഷൻ ഫ്രം പാസ്റ്റ് അണ്ടിൽ നൗ, ഷീ ഹാസ് ലീവ്ഡ് ഹിയർ ഫോർ 5 years. പിന്നെ കോമൺ ടൈമിന് യൂസ് ചെയ്യാൻ പറയുന്നത് പ്രത്യേകം ജസ്റ്റ്, ഓൾറെഡി, യെറ്റ്, നെവർ, എവർ, സോ ഫാർ, റീസെൻ്റ്ലി, ലേറ്റ്ലി, ഫോർ, സിൻസ്. അപ്പോൾ ഇത് നമ്മൾ സ്പെസിഫിക് ഡേറ്റ് പറയുന്നില്ല, ജസ്റ്റ് ഒരു കൺസെപ്റ്റ് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ മെയിൻ ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് ഫോക്കസ് ഓൺ ദ റിസൾട്ട് ഓർ എക്സ്പീരിയൻസ്, അൺസ്പെസിഫൈഡ് ടൈം ആയിരിക്കും. അപ്പോൾ അതാണ് മെയിൻലി ശ്രദ്ധിക്കേണ്ടത്. ഒരു കറക്റ്റ് ടൈം നമ്മൾ പറയുന്നില്ല. സിമ്പിൾ പാസ്റ്റിലാണെങ്കിൽ നമ്മൾ സ്പെസിഫിക് ടൈം മെൻഷൻ ചെയ്യും. ഇപ്പോൾ ഐ ഹാവ് വിസിറ്റഡ് പാരീസ്, ഞാൻ പാരീസിൽ പോയിട്ടുണ്ട്. ഇപ്പോൾ സിമ്പിൾ പാസ്റ്റ് പറയുന്നത് ഐ ഹാവ് വിസിറ്റഡ് പാരീസ് ലാസ്റ്റ് ഇയർ. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഇയറിൽ സ്പെസിഫിക് ടൈം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അന്ന് അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ പോയിട്ടുണ്ട് എന്ന് പറയുമ്പോഴാണ് പ്രസൻറ്റ് ടെൻസ് വരുന്നത്, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് വരുന്നത്. മെയിൻ മിസ്റ്റേക്ക് വരുന്നത് ഈ ടൈമിൻ്റെ കേസിൽ തന്നെയാണ്. ഇപ്പോൾ ഐ ഹാവ് സീൻ ഹിം യെസ്റ്റർഡേ, അപ്പോൾ ഞാൻ സ്പെസിഫിക് ഡേറ്റ് പറയാൻ നേരത്ത് ഹാവ് യൂസ് ചെയ്യില്ല, ഐ സോ ഹിം യെസ്റ്റർഡേ എന്ന് സിമ്പിളായിട്ട് പറയുള്ളൂ. നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് സബ്ജക്റ്റ് പ്ലസ് ഹാവ് പ്ലസ് V3. പാസ്റ്റിൽ നമ്മൾ V2 എന്ന് യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇതിനകത്ത് പ്രസൻറ്റ് പെർഫെക്റ്റ്ലി ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ചൂസ് ദ കറക്റ്റ് സെൻറ്റൻസ് ഇൻ ദ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. ഷീ ഗോസ് ടു സ്കൂൾ എവറി ഡേ. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് നോക്കേണ്ടത് ഹാസ് അല്ലെങ്കിൽ ഹാവ് ഉണ്ടാവണം. അപ്പോൾ ഇതിനകത്ത് സിമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ ഈ ബീനകത്ത് മാത്രമേ ഹാസോ ഹാവോ ഉള്ളൂ, ഹാസ് ഉള്ളൂ. അപ്പോൾ ആൻസർ ഇതായിരിക്കും. അപ്പോൾ എപ്പോഴും പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് നോക്കാൻ നേരത്ത് ഹാസ് അല്ലെങ്കിൽ ഹാവ് ക്വസ്റ്റ്യനിൽ ഉണ്ടാകുന്ന നോക്കിയാൽ മതി. അങ്ങനെ ഇല്ലാത്ത ഓപ്ഷൻ മാത്രം നമ്മൾ പിന്നെ അനലൈസ് ചെയ്താൽ മതി. ഇപ്പോൾ രണ്ടെണ്ണത്തിൽ ഹാസ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് നോക്കേണ്ടത് V3 ഫോം ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഗോ, വെൻറ്റ്, ഗോൺ. അപ്പോൾ ഗോൺ V3 ഫോമാണ്. അപ്പോൾ അത്രയും സിമ്പിളായിട്ട് നമുക്ക് ആൻസർ കണ്ടെത്താം. പിന്നെ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ സിഗ്നൽ വേർഡ് ഫോർ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ സിഗ്നൽ വേർഡ് എന്ന് വെച്ചാൽ നമ്മൾ എക്സാക്റ്റ് പറയില്ല. അപ്പോൾ ജസ്റ്റ്, യെസ്റ്റർഡേ, ലാസ്റ്റ് വീക്ക്, ടുമാറോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എക്സാക്റ്റ് ഡേറ്റ് പറയുന്നത്, അപ്പോൾ അത് പറയില്ല. ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് ഇൻ ദ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. അപ്പോൾ ഇതിനകത്ത് സിമ്പിളായിട്ട് നോക്കിയാൽ മതി, ഹാവ് ഉണ്ടാകുന്ന നോക്കിയാൽ മതി. അപ്പോൾ ബാക്കിയിൽ അതിന് ഹാവില്ല. ഷീ ഫിനിഷ് ഹെർ ഹോംവർക്ക് ഓൾറെഡി. അപ്പോൾ ഷീ ഡാഷാണ്, അത് ഫില്ല് ചെയ്യണം. അപ്പോൾ ഉണ്ടോ, സിമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ ഹാസ് ഉണ്ടാവണം, ഹാസ് അല്ലെങ്കിൽ ഹാവ് ഉണ്ടാവണം. അതിൻ്റെ ഒപ്പം V3 ഫോം ഉണ്ടായാൽ മതി. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് MCQന് ആൻസർ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ആ ലോജിക്ക് യൂസ് ചെയ്താൽ മതി. സബ്ജക്റ്റ് പ്ലസ് ഹാസ് അല്ലെങ്കിൽ ഹാവ്, പിന്നെ V3 ഫോം. ഐ ഹാവ് സീൻ ദാറ്റ് മൂവി ലാസ്റ്റ് വീക്ക്, ഐ ഹാവ് സീൻ ദാറ്റ് മൂവി. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ എക്സാക്റ്റ് ഐ സോ ദാറ്റ് മൂവി ലാസ്റ്റ് വീക്ക്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് ബോത്ത് B ആൻഡ് C കറക്റ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ രണ്ടെണ്ണം വന്നിട്ടുണ്ട്, പ്രസൻറ്റ് പെർഫെക്റ്റും വന്നിട്ടുണ്ട്, പാസ്റ്റ് ഇതും വന്നിട്ടുണ്ട്. ഐ ഹാവ് സീൻ ദാറ്റ് മൂവി ലാസ്റ്റ് വീക്ക്. അപ്പോൾ ഇവിടെ നമ്മൾ സ്പെസിഫിക്കലി ഡേറ്റ് പറയാൻ നേരത്ത് ഇത് തെറ്റാണ്. അപ്പോൾ ഇത് തെറ്റാണ് നമുക്ക് മനസ്സിലായി. പിന്നെ ഐ ഹാവ് സീൻ ദാറ്റ് മൂവി, അപ്പോൾ ഇത് കറക്റ്റാണ്, നമ്മൾ ഡേറ്റ് പറഞ്ഞിട്ടില്ല. പിന്നെ ഐ സോ ദാറ്റ് മൂവി ലാസ്റ്റ് വീക്ക്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസും കറക്റ്റാണ്, കാരണം അത് പ്രസൻറ്റ് പെർഫെക്റ്റ് അല്ല, അത് പാസ്റ്റ് ടെൻസ് ആണത്. അപ്പോൾ ബോത്ത് B ആൻഡ് C കറക്റ്റാണ്, അതുകൊണ്ടാണ് അത് കറക്റ്റായത്. അപ്പോൾ എപ്പോഴും ആൻസർ ചെയ്യാൻ നേരത്ത് സിമ്പിളായിട്ട് ഹാവ് ഉണ്ടാകുന്ന നോക്കുക, V3 ഫോം ഉണ്ടാകുന്ന നോക്കുക, അത്രയും നോക്കിയാൽ മതി. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഷീ ലീവ്, അപ്പോൾ ഇവിടെ ഹാവ് ലീവ്ഡ്, ഷീ ഹാവ് ലീവ്ഡ് സിൻസ് ഇത്. അടുത്തത് ചൂസ് ദ കറക്റ്റ് സെൻറ്റൻസ്. ഹി ഹാസ് ജസ്റ്റ് ലെഫ്റ്റ് ദ ഓഫീസ്, ഹി ജസ്റ്റ് ലെഫ്റ്റ് ദ ഓഫീസ്, ഹി ഹാസ് ലെഫ്റ്റ് ദ ഓഫീസ് ജസ്റ്റ്, ഹി ലീവ്സ് ദ ഓഫീസ് ജസ്റ്റ്. അപ്പോൾ ഹി ഹാസ് ജസ്റ്റ് ലെഫ്റ്റ് ദ ഓഫീസ്. അത് സെൻറ്റൻസ് വായിക്കുമ്പോൾ നമുക്ക് കിട്ടും. ഐഡൻറ്റിഫൈ ദ ഇൻകറക്റ്റ് സെൻറ്റൻസ്. ഇൻകറക്റ്റ് സെൻറ്റൻസ് ആണ് കണ്ടെത്തുന്നത്. ഹാവ് യു എവർ ബീൻ ടു ലണ്ടൻ. അപ്പോൾ ലണ്ടനിൽ എപ്പോഴും പോയിട്ടുണ്ടോ? അപ്പോൾ ഇത് കറക്റ്റാണ്. ഷി ഹാസ് നെവർ ഈറ്റൻ സുഷി. അപ്പോൾ ഇത് കറക്റ്റാണ്. ഷി ഹാസ് നെവർ ഈറ്റൻ സുഷി എന്ന് വെച്ചാൽ സുഷി ഓൾറെഡി കഴിച്ചിട്ടില്ല, ഇപ്പോഴും കഴിച്ചിട്ടില്ല, പ്രസൻറ്റ് ടെൻസിൽ അത് കഴിച്ചിട്ടില്ല. പിന്നെ ദേ ഹാവ് ഗോൺ ടു ദ മാർക്കറ്റ് യെസ്റ്റർഡേ. അപ്പോൾ യെസ്റ്റർഡേ സ്പെസിഫിക് ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അത് തെറ്റാണ്. പിന്നെ വി ഹാവ് ഓൾറെഡി ഫിനിഷ്ഡ് അവർ വർക്ക്. അപ്പോൾ ഇത് കറക്റ്റാണ്. അപ്പോൾ C ആണ് തെറ്റുത്തരം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. ജസ്റ്റ് ഹാവും പിന്നെ V3 ഉണ്ടാകുന്ന നോക്കിയാൽ മതി, സിമ്പിളായിട്ട് ആൻസർ കണ്ടെത്താം.
അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.